എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇവിടുത്തെ നല്ലൊരു അടിപൊളി ഫിഷ് ഉണ്ട്. ഒരു 3/4 കിലോ തൂക്കം ഉണ്ടാവും. ഒരു 3/4 കിലോ തൂക്കം ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് കുറച്ച് കറി, നമ്മുടെ വാളംപുളി ഒഴിച്ചിട്ട്, തേങ്ങയില്ലാതെ വാളംപുളി ഒഴിച്ചിട്ടുള്ള കറി, അതുപോലെ തന്നെ കുറച്ച് സെൻട്രൽ പീസ് എടുത്ത് വറുക്കാം. പാൻ ചൂടാക്കുക. ഫസ്റ്റ് പാൻ ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് 2 നുള്ളു ഉലുവ, 1 ഗ്രാം കടുക്, 1 ഗ്രാം വെളുത്തുള്ളി, 1 ഗ്രാം ഇഞ്ചി, 3 പച്ചമുളക് കട്ട് ചെയ്തത്, 15 ഗ്രാം ചെറിയ ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തത്. നല്ലപോലെ വഴറ്റുക. ആ സമയം കൊണ്ട് വേറൊരു പാത്രത്തിൽ ചെറിയ കഷ്ണം പുളി, നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റുക, പച്ചമണം പോകുന്നത് വരെ. കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഒരു 1/2 ലിറ്റർ വെള്ളം നല്ലപോലെ പിഴിയുക. നമുക്ക് ഇതിലോട്ട് ഒഴിക്കുക. ഉപ്പ് ആവശ്യത്തിന്. ഒരു 1/2 ലിറ്റർ പുളിവെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ലിറ്റർ വെള്ളം, പുളി അത്ര എടുത്തിട്ടുള്ളൂ, പുളി കൂടുതൽ എടുത്തിട്ടില്ല, അത്ര എടുത്തിട്ടുള്ളൂ പുളി. 1/2 ലിറ്റർ വെള്ളം, അപ്പോൾ ടോട്ടൽ 1 ലിറ്റർ വെള്ളമായി. ഇത് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമ്മുടെ തക്കാളിയും മല്ലിയില നല്ലപോലെ കഴുകിക്കൊണ്ട് നല്ലപോലെ ഞരടിയിട്ട് അത് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫിഷ് കറിയുടെ ടേസ്റ്റ് കൂടുന്ന ഈ ഫിഷ് കറിയുടെ ടേസ്റ്റ് കൂടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മീൻ ആഡ് ചെയ്യാം. ഫിഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് സ്ലോ ഫയറിൽ വേവിക്കുക.